പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 5-ാം തീയതി തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ,
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലൂക്ക 22:31. ശിമയോൻ 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 ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത്. എൻ്റെ പള്ളി ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം. അപ്പം അതിൻ്റെ രസം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയല്ലേ, ഈ റേഡിയോ സ്റ്റേഷന് നല്ല 300 അടി ഉയരമാണ്, 350 അടി ഉയരമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്തേച്ച് അത് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്, സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുക. അത് എന്തിനാണ്? ഈ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാ. ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതൽ വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷനെ പഠിപ്പിച്ചൊരു പാഠം. ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ വയറൊന്നും ഇല്ലല്ലോ, സ്റ്റേ കമ്പികളൊന്നും ഇല്ല. സ്റ്റേഷൻ നല്ല ഉയരമാണ്, അതുകൊണ്ട് എല്ലാ 4 പാടേക്കും അത് വലിച്ചു കെട്ടണമുണ്ട്. വിശ്വാസത്തിൽ എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് കർത്താവ് 2 സ്റ്റേ ആണ് പറയണത്. ഒന്ന്, ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നത്തെ സ്റ്റേ എന്താണ്? പിന്നത്തത്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കാര്യം നിങ്ങൾ പല ആൾക്കാരും, ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോമൺ അളവിൽ, ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി. പക്ഷെ നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ്? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ്, പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം. അത് വേറെ വിശ്വാസമാണ്. മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു,
പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതും അതിന് ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം. പല ആൾക്കാരും കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ പൊട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന. അത് വെച്ചാൽ അത് അവർക്ക് മിനിമം വിശ്വാസമുണ്ട്, ഒന്ന് ഫയർ ആക്കാനുള്ള വിശ്വാസമുണ്ട്, അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസമില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഈശോ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താണ്, നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിശ്വാസം വളർത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടണം. എന്താണ്, പ്രാർത്ഥിക്കണം ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.